ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവമാണ് ചക്കക്കുരു പൊടിമാസ്. ഇത് ചക്കക്കുരുവാണ് ഇത് മെയിനായിട്ട്. ഇത് ഒരു 30 ചക്കക്കുരു ഞാൻ ഒന്ന് കുക്കറിൽ ശകല ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 2 വിസിലാണ് കൊടുക്കുന്നത്. ചില ചക്കക്കുരുവിന് നല്ല വേവുണ്ടാവും, അപ്പോൾ ഒരു 3 വിസിൽ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാതെ നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ വേവിച്ചെടുക്കും. ഇതാകുമ്പോൾ പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 വിസിൽ കൊടുത്ത് ഞാനൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഒരു 30 എണ്ണം ഉണ്ട്, അത് വേവിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഇതൊരു 10 ചെറിയ ഉള്ളിയുണ്ട്. ഇത് സൈസ് ഇച്ചിരി വലുതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10, ചെറുതാണെങ്കിൽ ഒരു 10-12 എണ്ണം നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 4-5 വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഈ ചക്കക്കുരുവൊക്കെ ആയതുകൊണ്ട് ഗ്യാസിന് വെളുത്തുള്ളിയൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 2 ചുവന്ന മുളകാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഒന്ന് ചതച്ച് കൊണ്ടുവരണം. ഇതും ഒന്ന് ചതച്ചെടുക്കണം. ചക്കക്കുരു നമ്മളൊന്ന് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് അതൊന്ന് ചെയ്ത് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ്, ഒരു വലിയ സ്പൂണ്, ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ചൂടാവുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മുളകും കറിവേപ്പിലയും കൂടെ, വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് താളിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, മുളക്, എരിവിന് നമ്മൾ ഈ ചുവന്ന മുളകാണ് ചേർക്കുന്നത്. കൂട്ടത്തിൽ ഒരു പച്ചമുളക് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റണം. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ചക്കക്കുരു ചിലവർക്ക് ഗ്യാസിന് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വെളുത്തുള്ളിയും കൂടെ ഇതിൽ ചേർക്കുന്നത്. വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചക്കക്കുരുവിൽ ഒരു ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഒരു ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പോരാത്തത് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അന്നേരം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തൽക്കാലം ഇതിന് അല്പം ഇട്ടിട്ടുണ്ട്, മറ്റേതിലും ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ടും മതി ഉപ്പ് ഇടുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ, ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് പൊടിച്ച ചക്കക്കുരും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ചക്കക്കുരു നമ്മൾ മുറിച്ചിട്ട് തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യത്തില്ല. ഉപ്പേരി വയ്ക്കും, തോരൻ വയ്ക്കും, അതൊക്കെ. പക്ഷേ ഇതൊന്ന് നമ്മളൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ അമ്മിക്കല്ലിലോ ഒക്കെ ഇട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് പൊടിച്ച് ചക്കക്കുരുവൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി നമ്മൾ ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക.
ഇത് ഉടച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഈ പൊടിച്ച ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ നമ്മൾ വഴറ്റിയ മിശ്രിതത്തിലേക്ക് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. എല്ലാം കൂടെ ആദ്യവും ഇട്ടിട്ടുണ്ടായിരുന്നു, ചക്കക്കുരുവിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നോക്കാം. എനിക്കിത് കറക്റ്റാണ് ഉപ്പ്. ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ചെയ്ത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കരുത്. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്, വളരെ ടേസ്റ്റാണ്. ഇത് അവസാനം നമ്മൾ ഒരു പച്ച വെളിച്ചെണ്ണ നമുക്ക് 1 സ്പൂണൊന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചക്കക്കുരു പൊടിമാസ് കഴിഞ്ഞു. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.